അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തുന്ന നിരവധി സ്ത്രീകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. 35 വർഷമായി ട്രെൻഡിനും മാറുന്ന രുചിക്കുമൊപ്പം പഴമയുടെ രുചി നിലനിർത്തി തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടമ്മമാരെ പരിചയപ്പെടാം ഈ വനിതാ ദിനത്തിൽ. നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല സ്ത്രീകളുടെ ജീവിതം. മുന്നിലെ പ്രതിസന്ധികളൊക്കെ മറികടന്ന് അവർ വിജയം സ്വന്തമാക്കുകയാണ്. ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടവളല്ല എന്ന തിരിച്ചറിവ് ഓരോ സ്ത്രീകൾക്കുമുണ്ട്. അടിമകളല്ല തങ്ങൾ എന്ന ബോധവുമുണ്ട്. ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തുമുണ്ട്. തിരുവനന്തപുരത്തെ പാളയത്തെത്തുന്ന ആർക്കും സുപരിചിതരാണ് ഈ അമ്മമാർ. വിശന്നു വലയുന്നവർക്ക് മിതമായ നിരക്കിൽ വയറും മനസ്സും നിറയ്ക്കാൻ മത്സരിക്കുകയാണ് ഇവർ. പ്രതിസന്ധിക്കിടയിലും മനക്കരുത്തോടെ മുന്നോട്ടു പോകുന്ന ഇവർക്കും പറയാനുണ്ട് 1000 കഥകൾ. ഒറ്റ ദിവസത്തെ ആഘോഷം കൊണ്ടല്ല പെൺ സ്വപ്നങ്ങളുടെ നിറവും നിഴലും അളക്കേണ്ടത്. സ്ത്രീകളുടെ സുരക്ഷയും സന്തോഷവും ചർച്ച ചെയ്തു മാത്രം ഈ വനിതാ ദിനവും കടന്നുപോയിക്കൂടാ. ഇനി നമുക്ക് രണ്ടമ്മമാരെ പരിചയപ്പെടാം. വിശന്നു വലയുന്നവർക്ക് തണലാണ് ഈ അമ്മമാർ. തിരുവനന്തപുരം പാളയത്തെത്തുന്നവർക്ക് ആശ്വാസമാണ് ഈ അമ്മമാരുടെ കൈപ്പുണ്യം. എന്താ പേര്? ശ്രീകല. ഇന്ന് എത്ര മണിക്കാണ് കച്ചവടം ആരംഭിച്ചേ? രാവിലെ 6 മണിക്കൊക്കെ 6 മണി ദോശ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി ചായയൊക്കെ അടിച്ച് നാരങ്ങളൊക്കെ എടുത്ത്. എന്താ പേര്? രമണി. ഓക്കെ. ഇങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ നന്നായി നടക്കണം? നന്നായി നടക്കും. രാവിലെ ഒരു 3 മണിയാകുമ്പോൾ കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സാമ്പാർ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇനി വരും. ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് 5:30 ആകുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. സ്നേഹമുള്ള അമ്മ, ഉത്തരവാദിത്തമുള്ള ജീവനക്കാരി, അങ്ങനെ എത്രയെത്ര വേഷങ്ങളാണ് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള അവരുടെ മനസ്സിനെ തീർച്ചയായും അഭിനന്ദിച്ചേ മതിയാകൂ. ജീവിതത്തോട് പോരാടി മുന്നോട്ടു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും നേരാം വനിതാ ദിനാശംസകൾ. ക്യാമറ പേഴ്സൺ ഷാജിലയ്ക്കൊപ്പം ആര്യ നാരായണൻ, കൈരളി ന്യൂസ്.